ഹലോ, ഹലോ, ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടംപററി പോപ്പുലർ ഫിക്ഷൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2-3 പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇനി ഒരുപാട് പേരുണ്ട് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് കാന്തമല ചരിതത്തിൽ നിന്ന് തുടങ്ങാം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൃഷ്ണകുമാറാണ്. അപ്പോൾ കൃഷ്ണകുമാറിന് തന്നെ ഞാൻ കൈമാറാം. ബാറ്റൺ കൈമാറി. ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാന്തപുര ചരിതം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെയൊക്കെ വിദ്യയാണ്. വിദ്യ വഴി ആണ് ഇപ്പോൾ കുറച്ച് ബുക്സ് ഒക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ അതിൽ അന്ന് ഈ വായിച്ചു തുടങ്ങിയ സമയത്ത് അത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി ആ ടൈമിലും ഈ അയ്യപ്പൻ്റെ മറ്റേ ശബരിമലയുടെ വിവാദങ്ങളും ഒന്നും കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ ആളുകൾ ഫോക്കസ് കോവിഡിലായിരുന്നു കൂടുതലെങ്കിലും ഈ പറഞ്ഞ സംഭവം ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും, ആ ഒരു രചനയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വായിച്ചപ്പോൾ ആകെ അങ്ങ് ആ പെർസ്പെക്റ്റീവ് അങ്ങ് മാറിപ്പോയി. നല്ല ഒരു വളരെ ഗ്രിപ്പിംഗ് ആയ രീതിയിൽ നന്നായിട്ട് റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു 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 മിത്തോളജിക്കൽ ഫാൻറ്റസി, മിത്തോളജിക്കൽ ഫിക്ഷൻ. മിത്തോളജി ഈസ് ഓൾവേസ് ഫിക്ഷൻ, ബട്ട് മിത്തോളജിക്കൽ ഫാൻറ്റസി എന്നൊക്കെ പറയാവുന്നൊരു സംഭവം. അതിൽ ആദ്യത്തേത് അക്കിനാഥൻ്റെ നിധി. അപ്പോൾ ഇതിൽ മറ്റേ ശബരിമലയുടെ ഐതിഹ്യവുമായിട്ട് എങ്ങനെ ഈ ഈജിപ്ഷ്യൻ മിത്തോളജി, ആദ്യത്തെ അറോലക്കാടിന്റെ രഹസ്യമല്ല, ആറോളക്കാടിന്റെ രണ്ടാമത്താണ് രഹസ്യം. ആക്കിനാഥ്. അതെ അതെ, അതിനകത്തും ഈജിപ്ഷ്യൻ മിത്തോളജി പറയുന്നുണ്ട് അല്ലേ? ഇത് കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതും പിന്നെ അതിനകത്തുള്ള ചില സീൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മറ്റേ ആക്ഷൻ സീൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഭയങ്കര നല്ല രസമാണ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ടൈം ലൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നത്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മളത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വായിക്കാത്തവർക്ക് ഒരു സ്പോയിലർ ടെറിട്ടറി ആയിരിക്കും. പക്ഷെ ഇത് അനുഭവിച്ചറിയേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ആകെ ഒരു ചെറിയൊരു കല്ലുകടിയായിട്ട് തോന്നിയിട്ടുള്ളത് പ്രസൻറ്റ് ടൈമിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് ടൈമിന് ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടി ഡെപ്ത് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അവർക്കൊരു ഡെപ്തോ അല്ലെങ്കിൽ ആ പറഞ്ഞ സംഭവങ്ങൾ എത്രയധികം എന്താ പറയുക, ഗ്രിപ്പിങ്ങോ അല്ലെങ്കിൽ ആയിട്ട് തോന്നിയില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മുടെ ഫോക്കസ് മുഴുവൻ മിത്തോളജി അല്ലെങ്കിൽ ആ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പാർട്ടിലാണ്. പിന്നെ അതിൽ ഫസ്റ്റ് ബുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്തു, സെക്കൻഡ് ബുക്കിൽ വരുമ്പോൾ അതുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിഷയം. സെക്കൻഡ് ബുക്ക് ഫസ്റ്റ് ബുക്കിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ആക്ച്വലി ടിൽ ദി എൻഡ് യുദ്ധകാന്ഡം എത്തിയപ്പോഴേക്കും ഇതങ്ങൊരു ഒരു ലെവലിലെത്തി, ഒരു വേറെ ലെവലിലേക്ക് മാറി. കാരണം ഒരു മലയാളത്തിലൊരു എന്താ പറയുക, ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാവുന്നൊരു പുസ്തകം തന്നെയാണിത്, കാന്തമല ചരിതം. റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകം, ഒരു സീരീസ് അങ്ങനെ അടുത്ത് വന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു മാഗ്നം ഓപ്പസ് തന്നെയാണ്, ഒരു മാഗ്നം ഓപ്പസ് ആണ്. നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. പുള്ളി അത് നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ്. അതാണ് വേറൊരു ഒരു ഇൻ ജനറൽ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഡിസേർവ്സ് എ ലോട്ട് മോർ ഓഫ് റീഡേഴ്സ് ദാൻ ഇറ്റ് ഡസ്. അതിന് ഒരുപാട് എന്താ പറയണേ, പബ്ലിഷറിന്റെ ലിമിറ്റേഷൻസ് ആ പുസ്തകത്തിന് ഒരുപാട് പിന്നോട്ട് വലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനേക്കാളും ഒരുപാട് സർക്കുലേഷൻ കിട്ടിയ പുസ്തകങ്ങൾ ഇതിന്റെ 7 അയലത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം, വലിയ പബ്ലിഷേഴ്സ് എന്നുള്ളത്. തീർച്ചയായിട്ടും. ലോഗോസ് ലോഗോസ് അല്ല, അത് അവരുടെ ലിമിറ്റേഷനാണ്. കാരണം ലോഗോസ് ബുക്സ് ഒരു വൺ മാൻ ഓപ്പറേഷൻ ആയിരുന്നു ഒരു കാലത്ത് ഇതിറങ്ങിയ സമയത്ത്. അപ്പോൾ പക്ഷേ ആ പുസ്തകം മാർക്കറ്റിങ്ങോ ഇതുവഴിയൊന്നും അല്ല, വേർഡ് ഓഫ് മൗത്ത്, പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് വെച്ച് തന്നെ ആളുകളെടുത്ത് വായിച്ചൊരു പുസ്തകമാണ്. വളരെ ഓർഗാനിക് ആയിട്ടാണ് ആ ബുക്കിൻ്റെ വളർച്ച, അതിൻ്റെ റീച്ച് വന്നത്. വേറെ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വൈറൽ മാർക്കറ്റിംഗ് ഒന്നും അതിന് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിനു മുമ്പേ അത് ഒരു ചിരപ്രതിഷ്ഠ നേടി എന്നൊക്കെ പറയില്ലേ, അത് അതിനൊരു സ്ഥാനം കിട്ടി. ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ട്, അതിന് ഒരു ഫോളോയിങ് ഉണ്ട് തീർച്ചയായിട്ടും. ആക്ച്വലി ഞാനും ഇതുപോലെ, ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ അറിഞ്ഞില്ലായിരുന്നു അത് ഒരു മൾട്ടി പാർട്ട് സീരീസ് ആണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ ഓർഗാനിക് ആയിട്ട്. നമ്മൾ
ആക്ച്വലി ആ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അതുപോലെ ആ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നെഫർട്ടിറ്റിയുടെ കഥ വരുന്ന ഭാഗമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ കണക്ഷൻസ്, ഈജിപ്തും കേരളവുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നു. ആഹ് ഒരു ഫോർ ഷുവർ ഒരു ആഹ് ഒരു സെൻട്രൽ തീമിനെ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് വന്നു. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, വിഷ്ണുവിന്റെ ഭാഷ നല്ല ഭാഷയാണ്. ഈ പോപ്പുലർ ഫിക്ഷനിൽ ഇൻ ജനറൽ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ വളരെ പലയിടത്തും ആവറേജ് ആണ്. എഡിറ്റിങ്ങിലെ പ്രോബ്ലംസ് ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഭാഷയും എഡിറ്റിങ്ങും ഒക്കെ വളരെ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അനൂപിലേക്കാ? ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടും ഇല്ല. കാരണമുണ്ട്, ഇത് ഇറങ്ങിയത് എനിക്ക് ഏർലി 2010s അല്ലേ, ആ സമയത്ത് എപ്പോഴും കോവിഡ് സമയത്ത്. അപ്പൊ അതിന് മുന്നേ ഒരു റെഗുലർ 2020. ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, അതും മോഡേൺ വേൾഡുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. മഹാഭാരത സീക്രട്ട് എന്ന് പറഞ്ഞ് ക്രിസ്റ്റഫർ ഡോയിൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരന്റെ, അത് മൗര്യ സാമ്രാജ്യത്തിലെ അശോകന്റെ സ്റ്റോറി. അന്ന് എന്തോ വലിയ എന്താ പറയാ ട്രഷേഴ്സോ വെപ്പൻസോ ഒക്കെ ഹൈഡ് ചെയ്തേക്കുന്നത്, അത് മോഡേൺ ആൾക്കാർ അത് പ്രൊക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറെ, ഇതൊരു സ്ഥിരം ട്രോപ്പായി. ഇതിന്റെ ചില സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ട് ഞാൻ പാതി വഴിക്ക് ഉപേക്ഷിച്ചു. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറീസ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വായിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് വായിക്കണമെന്ന് തോന്നുന്നു. ഞാൻ മിക്കവാറും ഇന്ന് തന്നെ 3 കോപ്പിയും 3 ഭാഗവും വാങ്ങും. എനിക്ക് എനിക്കിത് ആരാ സജസ്റ്റ് ചെയ്ത് ഓർമ്മയില്ല. മിക്കവാറും നമ്മുടെ മറ്റേ ബിബ്ലിയോളിക്സ് അനോണിമസ് ഗ്രൂപ്പ് ആയിരിക്കണം. അല്ലാണ്ട് ഇത് ഞാൻ ബിക്കോസ് 2 പാർട്ട് ഒരുമിച്ചാണ് വാങ്ങിച്ചത്. സോ ദിസ് മസ്റ്റ് ഹവ് ബീൻ പോസ്റ്റ് കോവിഡ്. അപ്പോൾ 2022 ആയിരിക്കണം ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ബുക്ക് ആറോലക്കാടിൻ്റെ രഹസ്യം വായിച്ചിട്ട് ഐ റിമെമ്പർ ഐ വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ്. ഐ വാസ് വെരി വെരി ഇംപ്രസ്ഡ്. കാരണം ഈ പറഞ്ഞമാരെ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതുമ്പം കുറേ ലൂസെൻസും ഒരു പലപ്പോഴും എന്താ പറയുക, കഥ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പടച്ചു വിടുന്നമാരെ ഫീൽ ചെയ്തിരുന്നൊരു ഫേസാണത്. പക്ഷേ ഇത് എനിക്കത് കേരള ഫോക്ലോറിൽ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഇങ്ങനത്തെ ഒരു അഡാപ്റ്റേഷനാണ്. നമ്മൾ ഈവൻ നമ്മുടെ 2-ാം മൂഴം ഒരു അഡാപ്റ്റേഷനാണ്. പക്ഷെ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് നോട്ട് ടൈഡ് ടു പ്രസൻറ്റ് വേൾഡ്. ഇത് അങ്ങനെ ഒരു ഇതാണ്. പ്ലസ് ഈ പറഞ്ഞ പോലെ ടൈം ലൂപ്പ് വാസ് സംതിങ് ദാറ്റ് വാസ് ലൈക്ക്, അതൊന്നും നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ചില ഭാഗങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ അത് വായിച്ച് ഞാൻ വളരെ ഇംപ്രസ്ഡായി. ഞാൻ 2ാമത്തെ ബുക്ക് അഖിനാഥൻ്റെ നിധി എടുത്ത് വായിച്ച് ഞാനത് അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ഹാഫ് വേ വെച്ചിട്ട് ഞാനത് വിട്ടു. ബിക്കോസ് ഇറ്റ് വാസ് വെരി വയലൻറ്റ് ഫോർ മീ. എനിക്കത് വായിച്ചിട്ട് ബാക്കി എനിക്ക് തോന്നുന്നു അതിൽ ദർ വേർ ഓൾസോ ഗ്രാഫിക്സും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം എനിക്കത് അതിൽ കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും എന്നെക്കൊണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഈ നമ്മൾ എനിക്ക് ടി ഡി രാമകൃഷ്ണന്റെ കൊരപ്പാപ്പന് ഏകദേശം ഈ സമയത്ത് ഒരുമിച്ച് വായിച്ചേക്കണത്. അപ്പൊ മലയാളത്തിൽ ഇത്രയൊക്കെ ഇട്ടിക്കോര, ഫ്രാൻസിസ് ഇട്ടിക്കോര, ഫസ്റ്റ് ബുക്ക്. അപ്പൊ എനിക്ക് മലയാളത്തിൽ എത്രയധികം ആൾക്കാർ വയലൻസ് എഴുതുന്നുണ്ടെന്ന് മനസ്സിലായത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഒരു ട്രെൻഡ് മലയാളത്തിൽ പൊതുവേ ഇല്ലായിരുന്നു. ഇപ്പം മലയാളം ഈവൻ നമ്മൾ എന്ത് ക്രൈം വായിക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് എ വെരി ടൈം ക്രൈം. മരണം നടന്നു, ബോഡി അവിടെ കിടക്കുന്നു എന്നല്ലാണ്ട് ആളെ തലക്കടിച്ച്, ഈ നോർവീജിയൻ ത്രില്ലേഴ്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആളെ അടിച്ച് പപ്പടാക്കണതൊക്കെ ഒരു മയമില്ലാണ്ട് എഴുതും. അതൊന്നും നമ്മൾ മലയാളത്തിൽ എഴുതാറുണ്ടായിരുന്നില്ല. ഇട്ടിക്കോര വായിച്ചു കഴിഞ്ഞിട്ട് അതിലും അതുക്കും മേലെയാണെന്ന് എനിക്ക് തോന്നി അഖിനാഥൻ്റെ നിധിയിലുള്ള വയലൻസ്. അപ്പോൾ ഐ പ്രോബബ്ലി ഗോ ബാക്ക്. ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ചിത്രയും 3-4 വർഷം ആയാലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ വായിക്കാനുള്ള ഇതുണ്ടാവും എന്ന് വിചാരിക്കണം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓത്തറിന്റെ. അതെ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻ എ വേ ഓത്തറിന്റെ ഒരു ഇതാണത്. അങ്ങയുടെ കഴിവുകൊണ്ടാണല്ലോ എനിക്കത് വായിക്കാൻ പറ്റാണ്ടായത്. ബിക്കോസ് ഇറ്റ് വാസ് വെരി
വിഷ്വലി എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സീൻസ് എന്നുള്ളത്. ദാറ്റ്സ് ക്രെഡിറ്റ് ടു ദ ഓതർ. ആക്ച്വലി ഈ കൃഷ്ണകുമാർ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ മോഡേൺ ഡേയിലെ ക്യാരക്ടേഴ്സ് റൈറ്റ്, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ആർ സോ ക്ലോസ് ടു യുവർ ഹാർട്ട് ദാറ്റ് ആ മോഡേൺ ഡേ ക്യാരക്ടേഴ്സിന് ഒന്നാമത്തെ കാര്യം അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ബുക്ക് വുഡ് ഹാവ് ഗോട്ട് മച്ച് ബിഗർ. ആ സ്പേസ് കൊടുക്കാത്തത് കാരണം യു ഡോണ്ട് ഗെറ്റ് ടു റിലേറ്റ് ടു ദം ആസ് മച്ച്. അതാണ് ആക്ച്വലി ആ മോഡേൺ ഡേ ക്യാരക്ടേഴ്സിന്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞ പോലെ. അവരെ അങ്ങ് ഫ്ലഷ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ പുസ്തകം ഇനിയും വലുതായനെ, ഒരുപാട് തിക്നെസ്സും കൂടി ഇറ്റ് വുഡ് ഹാവ് ബിക്കം എൻ ഇന്റിമിഡേറ്റിംഗ് ബുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി മോഡേൺ ഡേ ക്യാരക്ടേഴ്സിൽ ഒരാൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ശ്രീജിത്ത്. ക്യാരക്ടർ. ഇതിന്റെ പ്രോട്ടഗനിസ്റ്റിന് കൊടുത്തിട്ടില്ല. ശ്രീജിത്തിന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പോ അല്ലെങ്കിൽ ശ്രീജിത്തിന് കൊടുത്തിട്ടുള്ള അത്രയും മിഥുനും കൊടുത്തിട്ടില്ല. അതാണ് ഒരു അതിന്റെ നിറ്റ്പിക്കിംഗ് എന്ന് പറയാമെങ്കിൽ അതൊക്കെ ഉള്ളൂ. അല്ലാതെ ആ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് സീരീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോപ്പുലർ ഫിക്ഷനിൽ ബെഞ്ച് മാർക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഇതിനെ പിൻപറ്റി ഇതേപോലെ എഴുതിയ ആൾക്കാരെ എനിക്കറിയാം. ഇതിനടുത്ത് എത്താൻ പറ്റാത്ത പുസ്തകങ്ങളാണ് പിന്നെ വന്നിട്ടുള്ളത്. അതായത് പേരെടുത്ത് പറയുന്നില്ല, മീൻസ് ആക്ച്വലി അങ്ങനത്തെ കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരു ട്രെൻഡ് തന്നെ കിക്ക് ഓഫ് ചെയ്തല്ലോ അത് കഴിഞ്ഞിട്ട്. അല്ല എനിക്കത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയത്, ഞാൻ വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അടുത്ത നോവൽ എഴുതാൻ തുടങ്ങിയപ്പോൾ, അതിൽ ഒഡീസി ഇപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ സെറ്റ് ഇൻ ദ ഫ്യൂച്ചർ. എനിക്ക് പേഴ്സണലി ഐ ഡിഡ് നോട്ട് ലൈക്ക് ദോസ് ക്യാരക്ടേഴ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വായനക്കാരനെ എങ്ങനെ ഇഷ്ടപ്പെടും? അത് കാരണം ഞാനത് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പിന്നെ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞ് റീവിസിറ്റ് ചെയ്ത് ഒന്നുകൂടെ എഴുതിയപ്പോഴാണ് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു വന്നത്. അപ്പൊ ആ ക്യാരക്ടേഴ്സ്, ദ പ്രോബ്ലം ഇസ് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഓൾറെഡി ദ റീഡർ ഇസ് റൂട്ടിങ് ഫോർ ദം. മറ്റവർക്ക് വേണ്ടി റൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം ഫ്രം സ്ക്രാച്ച്. അല്ല, നമുക്ക് അവരെ അറിയാം, അല്ല ബാക്ക്ഗ്രൗണ്ട് അറിയാം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ഉൾപ്പെടെ എഴുതി പരിചയപ്പെടുന്നവരുമായിട്ട്. ചിലരൊക്കെ ക്യാരക്ടർ ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എഴുത്ത് തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ട് ചില റൈറ്റേഴ്സിന്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അങ്ങനെയാണ്. അവർ ക്യാരക്ടർ ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ ഫുൾ ക്യാരക്ടർ ഇൻക്ലൂഡിങ് ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യും, എന്നിട്ട് അവരെ പറ്റി കഥ എഴുതി. മീൻസ് അവരുടെ ഒരു പ്ലോട്ട് കംപ്ലീറ്റ് ഉണ്ടാവും. പക്ഷെ സാൻഡി അങ്ങനെയല്ല എഴുതിയെന്ന് തോന്നുന്നു. സാൻഡി ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു വേർ ദ പ്ലോട്ട് ഇസ് ഗോയിങ്. പക്ഷെ ക്യാരക്ടേഴ്സിനെ സാൻഡി പരിചയപ്പെടുമായിരുന്നു, എഴുതുന്നതോറും ഇങ്ങനെ പരിചയപ്പെട്ടു വരുമായിരുന്നു അല്ലേ. അപ്പോൾ അതിന് വ്യത്യാസം കാണും. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ കാന്തമലയെ പറ്റി പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. കൈൻഡ് ഓഫ് ഷോസ് ഹൗ നാരോ മൈൻഡഡ് പീപ്പിൾ ആർ. അപ്പം കാന്തമലയിലെ പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗക്കാരനാണ്, ഒരു മലയരയനാണ് അയ്യപ്പനാകുന്നത്. അപ്പോൾ അത് ആരുടെയോ മതവികാരം വ്രണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ ഹിസ്റ്റോറിക്കലി അയ്യപ്പൻ ഒരു ഒറിജിനൽ പേഗൻ ഗോഡാണ് കേരളത്തിന്റെ. അല്ല, അത് മാത്രമല്ല, ഒരു ബിലീഫ് ഓൾറെഡി സെറ്റാണ്. കാര്യം ഇത് കഥയാണോ എന്താണെന്ന് അറിയില്ല. അവരുടെ ഒരു ബിലീഫ് നേരത്തെ സെറ്റാണ്. ചിലപ്പോൾ മുതൽ പറഞ്ഞു കേട്ട കഥ ഇങ്ങനെയൊക്കെയാണ്. അതാണല്ലോ പ്രശ്നം. ആ ബിലീഫ്, ആ വിശ്വാസത്തിൽ നമ്മളൊരു കൈ കടത്താൻ നോക്കുന്നതാണല്ലോ കുഴപ്പം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പണ്ട് ശബരിമല മറ്റേ നമ്മുടെ എന്താ പറയുക 41-ൻ്റെ അന്ന് നമുക്കിത് കാണില്ലേ, ടി വിയിൽ ലൈവ് കാണുമല്ലോ, അതായത് മകരവിളക്ക് കാണുമല്ലോ. അപ്പം മകരവിളക്ക് ലൈവ് കാണുമ്പോൾ പൊന്നമ്പല മേട്ടിൽ വിളക്ക് തെളിയുന്ന കാര്യമൊക്കെ പറയും. അപ്പം മുത്തശ്ശനും ഞാനും കൂടി അടുത്തിരുന്ന് കാണുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അതാരെങ്കിലും വിളക്ക് കത്തിക്കുന്നതായിരിക്കും, അതെങ്ങനെയാണ് തെളിയുന്നതെന്ന് വെച്ചു. അപ്പോൾ അതിന് ഉത്തരവില്ല, എക്സ്പ്ലനേഷൻ ഇല്ല, പക്ഷെ അത് തെളിയുമെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും കത്തിക്കുന്നതായിരിക്കില്ലെന്ന് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നി. ആക്ച്വലി ഇത് അവരെ സംബന്ധിച്ച് തെളിയുന്നതാണ്. ഓക്കെ, മകരജ്യോതിയും മറ്റേ പൊന്നമ്പലമേട്ടിലെ ആ വിളക്ക് തെളിയുന്നതാണ്. അപ്പൊ അത് ആര് കത്തിക്കുന്നതാണ് എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട. ഓക്കെ, നമ്മൾ അന്വേഷിക്കേണ്ട അതിനെപ്പറ്റി. അതാണ്.
അതാണ് ഇപ്പൊ റിലീജിയന്റെ കാര്യം എടുക്കുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഡു നോട്ട് തിങ്ക് ടു മച്ച്, ഓർ ഡു നോട്ട് എക്സ്പ്ലോർ ടു മച്ച്, ഡു നോട്ട് ക്വസ്റ്റ്യൻ ടു മച്ച്. Right. അതാണ് Do not question too much. ഡോണ്ട് ലുക്ക് ടു ക്ലോസ്ലി. അതെ. പക്ഷേ ആ ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പം, ഇറ്റ്സ് എ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ. പക്ഷേ ഇഫ് യു ലുക്ക് ഇറ്റ് ശ്രീകൃഷ്ണൻ ആണെങ്കിലും പുള്ളിക്കൊരു റോയൽ ബാക്ക്ഗ്രൗണ്ട് ഇവൻച്വലി കിട്ടുന്നുണ്ട്. അതായത് അവിടെ നിന്ന് കൊണ്ടുവന്ന, അതായത് രാജാവിൻ്റെ സിസ്റ്ററിൻ്റെ പെങ്ങടെ മോൻ. കുട്ടിയാണ്. ആ ആൻഡ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് ആയത്. അല്ലെങ്കിൽ ഇപ്പം ഈ അയ്യപ്പൻ്റെ എടുക്കുകയാണെങ്കിൽ, ഓൾദോ ഹി ബിലോങ് ടു ഒരു പക്ഷെ ഒരു ട്രൈബൽ ഇതെന്നായിരിക്കും ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടാവുക രാജാവിന്. പക്ഷെ ദർ ഈസ് ഓൾവേസ് ദറ്റ് നീഡ് ടു, എന്താ പറയുക, അയാളൊരു ഇതിലല്ല, അയാൾക്കൊരു റോയൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഹയർ കാസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളമാരും. മറ്റേ ദൃശ്യം സിനിമയിൽ ഹിന്ദിയിൽ ചെല്ലുമ്പം ഈ അവസാനം പറയില്ലേ കുട്ടി അഡോപ്റ്റഡ് ആണെന്ന് പറയുന്നൊരു വർത്താനമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ. അതായത് സോ യു ക്യാൻ ഡിസസോസിയേറ്റ് ദ മെയിൽ ലീഡ് ഫ്രം ഈ കുട്ടിക്കുണ്ടായ ദുരനുഭവങ്ങളിൽ നിന്നും ഓർ വാട്ട് എവർ. ആ ഒരു Male- ടെൻഡൻസിയാണ്. പ്ലോസിബിൾ ഡിനയബിലിറ്റി. ആ ഒരു അപ്പൊ മെയിൽ ഈഗോ. നമ്മള് വേഗം അവിടെ ഇപ്പൊ സീതയുടെ ഒറിജിൻ സ്റ്റോറി, സീത ഒഴിവുചാലിൽ നിന്ന് കിട്ടുന്നതാണ്. നോബഡി നോസ് വേർ ഷീസ് ഫ്രം റൈറ്റ് ഫ്രം ദ എർത്ത് എന്നുള്ള. പക്ഷെ അഗൈൻ രാജാവിന്റെ കയ്യിലാണ് എത്തുന്നത് ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട്. കർണന്റെ ബാക്ക് സ്റ്റോറി, ഇതെല്ലാം വരുന്നത് കർണൻ കുന്തിയുടെ മകനാണ്, സൂര്യഭഗവാന്റെ മകനാണെന്നൊക്കെ ആഡ് ഓൺ ചെയ്യുന്ന കഥകളാണ്. ഹി നീഡ് നോട്ട് ബി, നോ, ഹി ക്യാൻ ബി എ സൂതപുത്ര, ഹി ക്യാൻ ബി എലിവേറ്റഡ് ടു ബി എ കിങ് ഡിസ്പൈറ്റ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്സ്, ബിക്കോസ് കർണൻ അത്രയും നല്ലൊരു വാരിയറാണ്, ഈ എന്താ പറയുക കിങ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് നമുക്ക് എന്താണ് നമുക്ക് അത്ര സമ്മതിച്ചു കൊടുക്കാൻ അത്ര ബുദ്ധിമുട്ട്. രാജാവായാൽ മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. യു ഹാവ് ടു ബി ബോൺ ഇൻ ടു അങ്ങനത്തെ ഒരു ഫാമിലി. അങ്ങനെ ഫാമിലിയിൽ ജനിച്ചിട്ടും പൊട്ട രാജാക്കന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആ തോട്ട് നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നൊരു ഡയലോഗാണ് പെരുന്തച്ചൻ സിനിമയ്ക്കകത്ത്. പെരുന്തച്ചൻ ഒരു അസാധ്യ കലാകാരനാണല്ലോ. അപ്പം പുള്ളിയുടെ മകൻ പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളെ കുറച്ച് കഥകൾ വരുന്നുണ്ട്, ഒരു കഥ ഇതാണ്, നിങ്ങളുടെ പിതൃത്വം ഒരു ബ്രാഹ്മണനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും കഴിവുള്ള മനുഷ്യൻ ഒരു നീചയോനിയിൽ ജനിക്കില്ല. ജനിക്കുവാണെങ്കിൽ അതില് ബ്രാഹ്മണ്യത്തിന്റെ ബീജമുണ്ട്. അതുകൊണ്ടാണ് ഇഫ് സപ്പോസ് ലെറ്റ്സ് സേ രാവണൻ ഒരു ഹിസ്റ്റോറിക്കൽ പുരുഷനായിരുന്നെങ്കിൽ, നമ്മള് പുരാണം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ ബ്രാഹ്മണനാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ബ്രാഹ്മൺ ഫാദർ അടിച്ചേൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ടാലന്റ് ഉണ്ടെങ്കിൽ പറയുകയാണല്ലോ. ആ പക്ഷെ അച്ഛൻ ശ്രേഷ്ഠ ജന്മമായിരിക്കണം. എന്നാൽ ഈ ടാലന്റ് ഒക്കെ അവർക്ക് എന്താ പറയാ ഇതൊന്ന് സമ്മതിച്ചു തരാൻ പറ്റും. ചുരുക്കത്തിൽ ടാലന്റ് ഉള്ള മനുഷ്യരെല്ലാം ബ്രാഹ്മൺസ് അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് ആണ്. ആർക്കെങ്കിലും അത് പെടാത്ത ആർക്കെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അവന്റെ തന്ത ശരിക്കും വേറെ, അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. അതായത് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ്. എനിവേസ് ബാക്ക് ടു അവർ ടോപ്പിക്. ഇപ്പൊ കാന്തമല കഴിഞ്ഞോ? എനിത്തിങ് എൽസ് ഓൺ കാന്തമല? കർത്തച്ഛനിലേക്ക് പോയാലോ? ആക്ച്വലി കാന്തമലയിൽ റൗട്ട് പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഓഥറിന്റെ മറ്റേ അനുരാഗ് ഗോപിനാഥിന്റെ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ദ്രാവിഡക്കല്ല് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട്. അതില് നല്ല രസമുള്ളൊരു കഥയാട്ടോ. അങ്ങനെ ഒരു ഒരു കല്ല്, ഈ പറഞ്ഞ എന്താ പറയുക, ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കല്ല്, അത് തേടിയുള്ളൊരു യാത്രയാണ്. അത് കണ്ടുപിടിക്കാൻ പോകരുത് എന്നാണ് അവർ പറയുന്നത്. അത് എൻഡ് ചെയ്യുന്നത് ഈ കാടുകളിലാണ്. എന്താ പറയുക, ശബരിമലയുടെ കാടുകളിൽ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. അതിനെ നേരിടാൻ പോകുന്ന ഒരാളുടെ കഥയാണത്. ആൻഡ് അത് ലിങ്ക് ഇറ്റ് വിത്ത് ശിവന്റെ
ഭൂതഗണങ്ങളും ഒറ്റയ്ക്ക് ലിങ്ക് ചെയ്തൊരു ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതിൽ ഈ പറഞ്ഞമാര് നന്ദനത്തിലുള്ളമാരെ ചെറിയൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കാൻ പറ്റിയൊരു കഥയാണത്. ദ്രാവിഡക്കല്ല്, അനുരാഗ് ഗോപിനാഥ്, എനിക്കൊരു സൈറ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അനുരാഗ് ഗോപിനാഥിൻ്റെയാണ്. പക്ഷെ നല്ല രസമുള്ളൊരു ബുക്കാണ്. അതിൽ എന്താണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ റൈറ്ററുടെ ഒരു ബുക്കേ വായിച്ചിട്ടുള്ളൂ. എൻ്റെ പേരെന്തോ ഗെയിം ഓവറോ അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ബുക്കിന്റെ പേര് തന്നെ കോഡെക്സ് ജിഗാസ് ആണോ? അല്ല, ദ ഗെയിം ഓവറോ അങ്ങനെ എന്തോ അത് ഒരു സാധനം. അല്ല, എനിക്കറിയില്ല ഇപ്പൊ ഇയാൾ തന്നെയാണോ എന്നുള്ള കാര്യം. എനിക്കത് അത്രയ്ക്ക് ദ ഇഷ്ടപ്പെടാത്ത ഗെയിം കൂട്ടത്തില് ഓവർ അനുരാഗ് ഗോപിനാഥിന്റെ ആണ്. ആണല്ലേ. അത് ആണ്. കുറച്ച് എന്താ പറയാ, ഒന്നാമത്തെ കാര്യം അത് ഇതിനെ പറ്റിയിട്ടായിരുന്നു. ഡാർക്ക് നെറ്റ് ഒക്കെ ആയിരുന്നു സംഭവം എക്സ്പ്ലോർ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യകാലത്തെ രചനകളിലൊന്നും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത്രയും അങ്ങോട്ട് പണിക്കുറ്റമില്ലാത്തൊരു സംഭവമായിട്ടാണ് തോന്നിയത്. ഭയങ്കര പ്ലോട്ടൊന്നും അത്ര പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ദ്രാവിഡക്കല്ല് എടുക്കാതിരുന്നത്. പുള്ളിയുടെ പുതിയ ബുക്ക് എന്തോ കുഴപ്പമില്ല. വന്നിട്ടുണ്ടോ, സ്റ്റോറി ടെല്ലിലുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഭാഷ വൈസും എനിക്ക് വലിയ കുഴപ്പമില്ല, നന്നായി തോന്നിയതാണ്. സൈറ വായിച്ചിട്ടാണ് ഞാനിത് വായിച്ചത്. സൈറ ബസ് ഒരു ഹൊറർ തീമിലുള്ള ഒരു കഥയാണത്. അതെനിക്ക് വായിച്ചപ്പം ചില ഇൻസ്റ്റൻസസ് ഒക്കെ അതിൽ ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ലിറ്ററലി ഒരു മൂവിയൊക്കെ കാണുന്ന ഫീലിംഗ് വരുന്ന പോലെ ഉള്ള എലമെന്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ടുവേർഡ്സ് ദ എൻഡ് എനിക്കത് അത്ര കൺവിൻസിങ് ആയില്ല. ബിക്കോസ് അതൊരു എന്തോ എലമെന്റ്സ് വൈസ് നല്ലതായിരുന്നു. അഗെയിൻ ഇവർ അവസാനം ചെന്ന് ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് ഒരു ബൂത്ത് ബംഗ്ലായിൽ പോയി താമസിക്കുന്ന അവിടെ വെച്ചിട്ട് ലൈക്ക് അങ്ങനത്തെ ഒരു ബൂത്ത് ബംഗ്ലായിലേക്ക് ഞാൻ പോവില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. അപ്പം തന്നെ തിരിച്ച് വണ്ടി എടുത്ത് വീട്ടിൽ പോകും. ബിക്കോസ് ദർ വാസ് സോ മെനി ബാഡ് തിങ്സ് ദാറ്റ് ഹാഡ് ഹാപ്പൻ ത്രൂ ഔട്ട്. എന്നിട്ടാണ് ഇവരൊരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇത്രയും പൊട്ട സംഭവങ്ങൾ, എന്നിട്ട് കാട്ടിൻ്റെ അകത്തൊരു ബംഗ്ലാവിലേക്കാണ് ബ്രേക്ക് എടുക്കാൻ പോകുന്നത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കും, സമാധാനപരമായിട്ട് ഒരു സിറ്റി അറ്റ്മോസ്ഫിയർ. ഞാൻ സത്യമായിട്ട് ഞാൻ പോകില്ല. പിന്നെ ഒരു കാടിൻ്റെ ഇടയിൽ ഒരു വീട്ടിലേക്ക് ഹോട്ടലിലിരിക്കും. വീട്ടിൽ മുഴുവൻ ഹോണ്ടിങ്ങാ. എന്നിട്ട് പക്ഷെ കൊള്ളാം. ഓക്കെ, ഈ ഗുഡ് ഹൊറർ റീഡ്സിൽ ആഡ് ട്രോപ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു. അല്ല, ഈ ഹൊറർ ട്രോപ്സ് ഒക്കെ കളിയാക്കിക്കൊണ്ടൊരു ഫിലിം ഉണ്ട്, ക്യാബിൻ ഇൻ ദ വുഡ്സ്. ഓ, കാണാൻ പറ്റുമെങ്കിൽ കണ്ടോളൂ. ഉഗ്ര സാധനമാണ്. പക്ഷെ അടിപൊളിയാ. അതൊരു ക്രിസ് ഹെംസ്വർത്ത് എന്തോ അല്ലായിരുന്നോ? സ്ക്രീമിനെ കളിയാക്കിയിട്ടാണ് ശരിക്കും. 4 പിള്ളേര് അതായത് ഒരു ക്യാബിനിൽ എത്തുന്നു. പക്ഷെ ദാറ്റ്സ് ആക്ച്വലി ഓക്കെ, സ്പോയിലർ. എന്നിട്ട് അതിലെ ബ്ലാക്ക് ആള് പറയും ഞാനാണ് ആദ്യം മരിക്കാൻ പോകും. പക്ഷെ ഇതിന്റെയൊക്കെ ഓജി എന്ന് പറയുന്ന സ്കേറി മൂവി സീരീസ്, അത് സ്കേറി മൂവിയാണ്. ബ്ലാക്ക് കളർ മരിക്കാൻ പോകുന്ന നല്ല സംഭവം. പക്ഷെ ഇതല്ല, ഇത് പക്ഷെ ഒരു കോമഡി പടമല്ല. ക്യാബിൻ ഇൻ ദ വുഡ്സ് ആക്ച്വലി ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി അല്ല. അതിന് ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര രസമാണ്. സീരിയസ് ആണ്. സീരിയസ് ആണ്. ആക്ച്വലി ട്രോപ്സ് മൊത്തമാണ്. ട്രോപ്സ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. ട്രോപ്സിനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. നല്ല രസമാണ് അത്. ഞാൻ ഈ അടുത്ത കണ്ടത് ക്ലാസിക് സ്കേറി മൂവി 1, 2, 3, 4 വരെ ആ ഇടയ്ക്ക് ഓരോ 3-4 കൊല്ലം കഴിയുമ്പോ ആ ഇടയ്ക്ക് ഇറങ്ങിയ എല്ലാ പടത്തിനെയും കൂടെ എടുത്തിട്ട് ഒരു അലക്കലക്കുമായിരുന്നു. സ്കേറി മൂവി എനിക്കിപ്പോ എനിക്ക് മറ്റേ ബ്ലം ഹൗസ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്രൊഡക്ഷൻസ്. അവരുടെ ആക്ച്വലി ഹൊറർ മൂവീസ് വെരി ഗുഡ്. ഇപ്പൊ A24 ഉണ്ട്. A24 എന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അവരുടെ അതെല്ലാം ഹൊറർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഹെറിഡിറ്ററി ഒക്കെ അവരുടെയായിരുന്നു. അവരിങ്ങനെ കുറച്ച് മിഡ് സോമർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുടെയാണ്. നമ്മള് കാണാത്ത ഹൊറർ, അതായത് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ടൈപ്പ് ഹൊററാണ് അവര്. അങ്ങനത്തെ സാധനങ്ങളാണ്. സബ്സ്റ്റൻസ് എന്ന പടം കണ്ടായിരുന്നു റീസെന്റ് വന്നത്. ഇല്ല, കുറച്ച് ഗോർ അതായിരുന്നല്ലേ അത് ഇച്ചിരി ഗോർ. അതുപോലെ ഇൻവിസിബിൾ മാൻ, മറ്റേ സാധനം ഇൻവിസിബിൾ മാൻ അടിപൊളിയാ. പിന്നെ മറ്റേ സാധനം ഉണ്ട് നമ്മുടെ മാലിഗ്നന്റ് കണ്ടോ? മാലിഗ്നന്റ് കാണണം കേട്ടോ, ഉഗ്ര സാധനമാണ്. എനിവേസ്, അപ്പൊ ഹൊറർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കറുത്തച്ഛനിലേക്ക് പോവാല്ലേ. കറുത്തച്ഛൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇറ്റ് വാസ് എ ബുക്ക് ഓഫ് 2 ഹാഫ്സ് ഫോർ മീ. നമ്മൾ കറുത്തച്ഛൻ മറ്റതിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ലിറ്റററിയില് ഡിസ്കസ് ചെയ്തു. ലിറ്റററി അല്ല, നമ്മൾ പണ്ടൊരു വട്ടം ഡിസ്കസ് ചെയ്തായിരുന്നു. പോപ്പുലർ ഫിക്ഷനെ പറ്റിയിട്ട് എന്തോ ഒരു സംഭവം നമ്മൾ ചെയ്തായിരുന്നു.
അല്ല ഹൊററിനെ ഷെയ്ഡായി അപ്പൊ പോയി. ഹൊറർ ഉം, ചെയ്തായിരുന്നു. അപ്പൊ ഒരെണ്ണം ഒന്ന് പറ്റി ഒന്ന് പറഞ്ഞു. basically I continue on my thought there. First half incredibly good, second half very middling എന്നാണ് എനിക്ക് തോന്നിയത്. What was your thoughts? Second half ആയപ്പോഴേക്കും the main character kept shifting from one person to other and they kept disappearing, completely disappear ചെയ്ത് തുടങ്ങി അവര്. അതായിരുന്നു എനിക്ക് അതിലുള്ള പ്രശ്നം. ഫസ്റ്റ് ഹാഫ് വാസ് വെരി എൻഗേജിങ്. ഒരു റിലേ റണ്ണിംഗ് റേസ് പോലെയാണ്, ബേറ്റൻ കൈമാറി വിച്ച് വുഡ് ഓൾസോ ബി മീൻ ഫൈൻ. അങ്ങനൊരു ഇവരൊക്കെ ആദ്യമേ തൊട്ടുള്ള ആൾക്കാരായിരുന്നു എങ്കിൽ കുഴപ്പമില്ല. കാരണം പലരും മിഡ് വേ ആണ് പരിചയപ്പെടുന്നത്. എന്നിട്ട് ഈ സാധനം ഈ കഥ കംപ്ലീറ്റ്ലി സെയിം സ്റ്റോറിയാണ്, പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ മാറി മാറി വരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. എൻഡും എനിക്ക് അങ്ങനെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല അതിൻ്റെ. ഐ മീൻ അത് ബേസിക്കലി മന്ത്രം ചെയ്തു, എക്സോർസിസം ചെയ്തു, ആള് പോയി എന്നുള്ള രീതിയിൽ ഒരു സാധനമായിരുന്നു. There was nothing new. See, for example, എക്സോർസിസം സ്റ്റോറീസില് നമ്മുടെ കോൺസ്റ്റന്റീനിലെ എൻഡിങ് വാസ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈങ്. കാരണം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഒരാൾ വന്ന് കുറച്ച് കളം വെച്ചിട്ട് കുറച്ച് മന്ത്രം ചൊല്ലി സാധനം കഴിഞ്ഞു എന്നല്ല. ഇറ്റ് ഇസ് റിലേറ്റബിൾ ആൻഡ് you can really understand that exorcism, and finally at the end it is not exorcism that saves him, It's a strategy. right? It is that whatever, I'm not telling what it is. അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ മുഴുവൻ അങ്ങനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം there was a logical way in which this is going to end എന്നുള്ളത്. അവസാനം അത് ഓക്കെ, ഇത്രയും പേര് നോക്കി നടന്നില്ല, ഇന്നയാള് വന്നു, അയാൾക്ക് അറിയായിരുന്നു, അതുകൊണ്ട് അയാൾ എക്സോർസൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. എക്സോർസിസം ഒരു ആക്ച്വലി അത് ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് പല സ്ഥലത്തും. എന്താണ് സംഭവം കണ്ടുപിടിച്ചിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ പറയുന്നത്. എക്സോർസിസം എമിലി റോസ് കണ്ടിട്ടുണ്ടോ? ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് നമ്മൾ ഏകദേശം ഇതിനെക്കുറിച്ച് കറുത്തച്ഛനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് കുമരനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാം. ഞാൻ വായിച്ചിട്ടില്ല കുമരൻ, ലേഖ വായിച്ചു എന്ന് കേട്ടായിരുന്നു. എന്താണ് അഭിപ്രായം? കുമരൻ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആണ്. അതിലെ ടൈറ്റിൽ സ്റ്റോറി കുമരൻ ഇസ് അബൌട്ട് ഒരു ബേബി ഗോസ്റ്റ് ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അഗൈൻ ഈ സെയിം കഥ, ഒരാൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ അയാൾക്കുണ്ടാവുന്ന ഹോണ്ടിങ്. ബട്ട് ഇറ്റ്സ് ഓൾസോ ഒരു സാഡ് സ്റ്റോറിയും കൂടിയാണത്. അപ്പം കുമരൻ അങ്ങനെ ഭയത്തിനേക്കാളേറെ നമുക്ക് ചെറിയൊരു നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റോറി ഒരു കുട്ടിച്ചാത്തൻ്റെ കഥയാണ്. കുട്ടിച്ചാത്തനെ എസ് കെ ഹരിനാഥിൻ്റെ മുത്തച്ഛൻ മീറ്റ് ചെയ്തതിനെ കുറിച്ചൊരു കഥയുണ്ട്. അതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയൊരു കഥയാണ്. എനിക്കാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണ്. മുത്തച്ഛൻ ഇങ്ങനെ കുട്ടിച്ചാത്തനെ കാണാൻ വേണ്ടി പോകുന്നതും 50s സെറ്റ് ചെയ്തൊരു കഥയാണ്. അതിൽ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഒരു പാറാവുകാരനായിട്ട് ഒരു വീടിന്റെ ഔട്ട് ഹൗസ്, അയാൾ പോലീസാണോ, അയാളുടെ ജോലി അയാൾ ബേസിക്കലി അവിടെ കാവലിന് പോണതാണ്. ഹി മൂവ്സ് ഇൻ ടു ദാറ്റ് ഹൗസ്. എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആൻഡ് ഈസ് അലോൺ. അപ്പോൾ ആ വീടിനെ കുറിച്ച് പല ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് എപ്പോഴും ഹെൽപ്പിന് നെയ്ബർ ഒരാളും ഒരു സ്ത്രീയും വരും, വേളുടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു കഥ. ആൻഡ് സ്പോയിലർ ആക്കണില്ല. അത് ഇറ്റ്സ് എ നൈസ്. അഗൈൻ ഇതിലിങ്ങനെ എന്താ പറയുക, രക്തം ഊറ്റിക്കുടിക്കാൻ വരുന്ന അങ്ങനത്തെ ടൈപ്പ് പ്രേതങ്ങളല്ല, ഹോണ്ടിങ്സ് ആണ്. ഒരു എന്താ പറയുക, ഒരിക്കലും ആളുകളെ പേടിപ്പിച്ച് വല്ലതും നേടാനുള്ള അങ്ങനത്തെ പ്രേതങ്ങളല്ല. അങ്ങനത്തെ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ സൈറ വായിക്കുകയാണെങ്കിലും കറുത്തച്ഛനിലെയും പ്രേതങ്ങൾ ഒരു വെഞ്ച്ഫുൾ ഗോസ്റ്റ് ആണ്. ഇതെല്ലാം മെലിഗ്നന്റ് ആണ്. പക്ഷെ ഇതൊന്നും അങ്ങനത്തെ ഗോസ്റ്റുകളല്ല. വളരെ അങ്ങനെ ഭയപ്പെടുത്തുന്ന ഗോസ്റ്റുകളല്ല. അത് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്കും. കുറച്ചൊക്കെ ഒന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ പ്രേതമായിട്ട് എന്താ കാര്യം? അതെ. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കൃഷ്ണകുമാറിന്റെ ദുസ്വപ്നം പൂക്കുന്ന മരവും ഇതും നമ്മുടെ ദാവീദിന്റെ ഇരിപ്പിടവും രണ്ടും എനിക്ക് അതിൽ നല്ല
ഹൊറർ കഥകൾ ഒരുപാടെണ്ണം സ്റ്റേസ് വിത്ത് മീ. തിരുമുൽക്കാഴ്ച ഞാൻ അതിനു മുമ്പ് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് ആണ്. ഈ പറഞ്ഞ പോലെ ബോബ് മാർലി 2 അടിച്ചിട്ട് എഴുതിയത് പോലത്തെ സാധനമാണ് അത്. അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ബിസാർ സാധനമാണ് അത്. ഒരു സെയിൻ മൈൻഡിലൊന്നും ഇരിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന സാധനമല്ല അത്. ഓ എന്ന് ഓക്കെ ഒരു അല്പം ഇൻസാനിറ്റി ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്കൊന്ന് എന്തായാലും അല്ല ഈ ആ അതും ദുസ്വപ്നം മെൻഷൻ ചെയ്യണം. പൂക്കുന്ന മരത്തില് അല്ല ടൈറ്റിൽ സ്റ്റോറി, അതായത് ഒരാള് മരത്തിന്റെ അടി അഗ്രവി എന്ന് പറഞ്ഞൊരു സ്റ്റോറി Publish ഉണ്ട്, അതും കൂടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇല്ല മേ ബി എവിടെ കിടപ്പുണ്ട്? ആ, നെക്സ്റ്റ് ടൈം. അതില് അതെനിക്ക് വായിച്ചപ്പോ എനിക്ക് ഖസാക്കൊക്കെ ഓർമ്മ. മൊത്തത്തിൽ ഒരു 3 അപ്പൂപ്പന്മാര് ഒരു പാലക്കാട് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതാണ് അതാണ് ആക്ച്വലി ഇൻസ്പയർഡ് ആയിരുന്നു. ഇൻസ്പയർഡ് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വന്ന ഒരു ഇത് അങ്ങനെയായിരുന്നു. ആ മരം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. ആദ്യം ചായക്കടയുടെ കാര്യം മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. മീൻസ് അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഈ മരവും ഇതൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ അത് ശരിക്കും ഖസാക്ക് തന്നെയാണ്. രവി വരുന്ന അതേപോലെ ഒരു ഗ്രാമം എന്ന രീതിയിൽ തന്നെയാണ് ആ ചായക്കടയിൽ കയറി നിൽക്കുന്നത്. അത് എന്തായാലും ആ ഇൻസ്പിറേഷൻ ഉണ്ട്. അത് ഞാൻ വായിച്ചു, അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിക്കുന്നത് അങ്ങനെ ഒരു സംഭവം വന്നത്. അത് വേട്ടയ്ക്കൊരു മകനിലെ ഫൈനൽ ഷോ ഡൗണും ആ ഒരു പാലക്കാടിന്റെ ഒരു ഓപ്പൺ ടെറൈൻ നല്ലപോലെ അതിലും വരുന്നുണ്ട്. നാച്ചുറലി കംസ് വിത്ത് ദ റീജൻ എന്ന് പറയില്ലേ, അതുപോലെയാണ് അത് എല്ലാ കഥയിലും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു സ്ഥലമായിരുന്നു. മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് നാളെ നമുക്കവിടെ ഒരു കൊല്ലത്തിൽ ഒരു 20 പിന്നെ ഒരു മാസം, മാക്സിമം 2 മാസം, ഒരു 3 മാസത്തോടടുത്താൽ നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക്. ആ 3 മാസം ഒന്നാമത്തെ കാര്യം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഭൂമിയൊക്കെ മാറുവാണ്, ഒരു ഫുൾ സീൻ മാറുവാണ്. പനയും പാടവും എൻ്റെ കൂട്ടുകാരൻ ഭാസ്കരൻ പറഞ്ഞ കഥകളും. അതെ, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ മനസ്സിൽ അങ്ങനെ ബിൽഡായിരിക്കുവാണ്. പിന്നെ ഈ കാണുന്ന സിനിമകളെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ കേട്ടിട്ടുണ്ട് പറയുന്നില്ലേ, അതെല്ലാം കൂടി പുള്ളി എങ്ങനെയാ കഥ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ കണ്ട കഥകളും നുണകളും നാടൻ കഥകളും അതൊക്കെ ചേർത്തിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും കഥ എഴുതുന്നവരൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാൻഡി ഇപ്പോൾ എഴുതുന്ന സാധനങ്ങളിലും സാൻഡിയുടെ ബുക്സും സാൻഡിയുടെ പരന്ന വായനയാണ് സാൻഡിയുടെ പുസ്തകങ്ങൾ വരുന്നത്. അപ്പം അതുപോലെ തന്നെയാണ്. അല്ല, അത് ബേസിക്കലി എനിക്കൊരു അസൂയയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൻപുറം നിങ്ങളുടെ പോലത്തെ ഒരു നാട്ടിൻപുറം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്ര. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കസലായിട്ട് പേടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കഥ പറയാൻ അറിയാം. അത് ഭയങ്കര കഴിവാണ്. എനിക്ക് എന്റെ സിനിമ കണ്ടെങ്കിൽ എന്നോട് വെച്ചാൽ നായകയെ കണ്ടു, പിന്നെ കുറച്ച് അടിയുണ്ടായി, പിന്നെ ഒരു കല്യാണം കഴിച്ചു, കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു സ്റ്റോറി പറയുന്ന രീതിയുണ്ട്. അത് ഈ ഇവിടെ ഉള്ളവർക്ക് സംഭവം വെരി ഗുഡ് അറ്റ് ഇറ്റ്, നല്ലോണം പിടിപ്പിക്കുകയും ചെയ്യും നമ്മളെ. കറക്റ്റ് സമയത്ത് പോസ് എടുത്തും വെള്ളം കുടിച്ചു നോക്കിയ കഥ പറയാം. ഈ കഥ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയാം, പ്രസാദ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ കസിനാണ്. മുപ്പര് പറഞ്ഞ കാര്യമാണ്, നിനക്ക് ഒന്നാമതൊരു നീ പാലക്കാട്ട് നിന്നുള്ളൊരു കാറ്റ് നിൻ്റെ ഉണ്ട്. അതുകൂടാതെ നിൻ്റെ അച്ഛമ്മ അടിപൊളിയായിട്ട് കഥ പറയായിരുന്നു. സുമതി ചേച്ചി, എൻ്റെ അച്ഛമ്മ ഭയങ്കര കിടലുമായിട്ട് കഥ പറയായിരുന്നു. അത് രണ്ടും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ അതിനടുത്തൊന്നും നീ എത്തിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ സംഗതി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയുകയാണ്. ഈ ജീൻ എവിടുന്ന് കിട്ടിയെന്നാണ്. ഇത് ആദ്യമായിട്ട് ഈ പുസ്തകം വരുമ്പോൾ പലർക്കും അറിയില്ലായിരുന്നു, എഴുതുന്നുള്ള കാര്യം പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോഴാണ് പലരും ഇങ്ങനെ വിളിച്ചവരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, ഈ പ്രസാദ് ഏട്ടനിൽ നിന്ന് വന്ന ഒരു ഇതാണ്. നമ്മൾ വെറും ടെക്കി അല്ലെങ്കിൽ ആ ഒരു ലൈനിലാണ്, സ്റ്റുഡിയസ് ഒരു ലൈനിലാണെന്ന് വിചാരിച്ചിരുന്ന പലരും ഇങ്ങനെയാണ് വന്ന് നമുക്ക് അഭിപ്രായം പറഞ്ഞത്. വേറെ മലയാളത്തിലെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് മലയാളത്തിൽ നമ്മൾ മറ്റേ ഗ്രന്ഥകാരൻ്റെ അഖിൽ കെ പറഞ്ഞിട്ടില്ല, നീലച്ചടയൻ. അഖിൽ കെയുടെ നീലച്ചടയൻ എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്ത. കുറച്ച് റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ
റിലേറ്റബിൾ ആണ്. ഭയങ്കര മലയാളത്തിലുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം. അതിൽ കുറേയൊക്കെ വയലൻ്റ് ആണ്, കുറച്ചൊക്കെ ഉം, വയലൻസ് ഉണ്ട്, ആണ്. ഡാർക്കാണ്. അതിൽ ആ നരവേട്ട എന്നൊരു സംഭവമുണ്ട്, നരിവേട്ട ഭയങ്കര ഡാർക്കാണ്. അതൊരു പക്ഷെ അതൊരു സിനിമാറ്റിക് ആണ്, നല്ല നല്ല സിനിമാറ്റിക്, ഒരു സിനിമയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് എന്തോ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു സിനിമ വന്നില്ലായിരുന്നോ നരിവേട്ട എന്ന് അത് പറഞ്ഞിട്ട്, ടോവിനോ? അത് വേറെ ഒരു റൈറ്ററുടെ ഷോർട്ട് സ്റ്റോറി, അയാൾ അബിൻ ജോസഫ് അങ്ങനെ എന്തോ റൈറ്ററാണ് എഴുതിയെന്ന് പറയുന്നത്. അത് സിമിലർ ഒരു പക്ഷെ അത് പക്ഷെ മറ്റേ ഇതിനെ ബേസ് ചെയ്തിട്ടല്ലേ, മുത്തങ്ങ സംഭവമൊക്കെ അല്ലേ. ട്രൈബൽസ് മുത്തങ്ങ സംഭവം. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണല്ലോ, ഒരു പോലീസുകാരൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കുന്ന. ഇത് റിവെഞ്ച് എടുക്കാൻ വരുന്നൊരു കഥയാണ്. അനുഭവം വായിച്ചിട്ടുണ്ടോ നീലച്ചടയൻ? ഇല്ലില്ല, ലേഖ വായിച്ചിട്ടില്ല. ലേഖ്യം വായിച്ചിട്ടില്ല. ഓക്കെ, നല്ല അത് സാധനം കേട്ടോ, കൊള്ളാവുന്ന ഒരു സാധനമാണ്. ഡെഫിനറ്റ്ലി. സ്റ്റോറി ടെല്ലിലുണ്ടോ? സ്റ്റോറി ടെല്ലർ ഉണ്ടോന്ന് അറിയില്ല, പക്ഷേ ഇതിന്റെ ഈ പുസ്തകം അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം ബെന്യാമിന്റെ പോസ്റ്റാണ്. അതായത് ഇതിനകത്ത് കുറേ മെറ്റഫേഴ്സ്, സിമിലീസ് ഉണ്ട്, നല്ല രസമാണ്. അതായത് സൂര്യൻ മറ്റേ വൈകുന്നേരത്തെ സൂര്യൻ എങ്ങനെയാന്ന് വെച്ചാൽ, പുള്ളി മറ്റേ അഴയിൽ ഉണങ്ങാനിട്ട ഒരു ഇതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് വയ്യ സൂര്യന്, വയ്യാണ്ടായി, പുള്ളി പോകാൻ നിൽക്കുവാണ്, പുള്ളി ഇപ്പോൾ അഴയിലാകെ ഉണങ്ങാൻ വിട്ടേക്കണ ഒരു വസ്ത്രം പോലെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മറ്റേ മുണ്ട് നനയ്ക്കുന്നുണ്ട് ഒരാൾ, മറ്റേ കുളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിയുടെ ഉടുത്തിരിക്കുന്ന മുണ്ട് നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വീശുവല പോലെ ഇതിലേക്ക് വാരിയിട്ട് ആണ് നനയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. അതിൻ്റെ എഴുത്തൊക്കെ അടിപൊളിയാണ്. ഇദ്ദേഹം ഒരു JCB ഡ്രൈവറാണ്, പുള്ളിക്ക് +2 വരെയാണ് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ പുള്ളിയുടെ എഴുത്ത് കണ്ടാൽ നമുക്കൊരിക്കലും റിലേറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ഒരു രക്ഷയില്ലാത്ത ടൈപ്പ് എഴുത്താണ്. നല്ലൊരു എന്താ പറയുക, ഭയങ്കര എക്സ്പ്ലോസീവ് റൈറ്റിംഗ് എന്നൊക്കെ പറയാം. നല്ല ലാംഗ്വേജാണ് അവിടെ. കുറച്ച് ചിലയിടത്ത് ഇച്ചിരി നമുക്കിങ്ങനെ വായിച്ച് പോകുമ്പോൾ ചില സ്ഥലത്ത് ഈ സിമിലീസിൻ്റെ ആധിക്യം ഇച്ചിരി കൂടി വരുന്നുണ്ട്. എന്നാലും കഥ പറച്ചിൽ നല്ല രസമാണ്. ഫസ്റ്റ് കഥയുടെ പേര് ബോൺ സ്റ്റോറി ടെല്ലറാണ്. പുള്ളിക്ക് ആ റീജിയൻ അതിലുണ്ട്, പുള്ളിയുടെ ഇതിലുണ്ട്. ആ മറ്റേ തെയ്യം ബേസിട്ടൊരു കഥയുണ്ട് ഫസ്റ്റ് തന്നെ. ഒരു കളക്ടർ തെയ്യത്തിന് അനുമതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ്. എന്തോ ഒരു അങ്ങനെയാണ് തുടങ്ങുന്നത്. ആ കഥ എൻഡ് ചെയ്യുമ്പോൾ അത് നല്ല രസമാണ്, അതിൻ്റെ എൻഡിങ് അടിപൊളിയാണ്. അത് ഇത് ഈ കഥകളിലെ ഒട്ടും ഡാർക്കല്ലാത്ത ഒരു കഥയാണത്. അത് വളരെ പ്ലസന്റ് ആയിട്ടൊരു കഥ. അത് മറ്റേ ഒഡയുടെ ഒരു ഛായയുണ്ട് രണ്ടിനും. ഒബ്വിയസ്ലി തെയ്യമാണല്ലോ, അപ്പോൾ ആ ഛായയാണെന്ന് തോന്നുന്നു. അപ്പോൾ അഖിൽ കെ നീലച്ചടയൻ വേറെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. പുള്ളിയുടെ വേറെ നല്ല ബുക്കുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഈ താരാകാന്തനോ അങ്ങനെ എന്തൊക്കെയോ, സിംഹത്തിൻ്റെ കഥയോ, കുറേ പുസ്തകങ്ങൾ വന്നിരുന്നു. ഇനി വേറെ എന്തെങ്കിലും ഏതെങ്കിലും കാര്യം ചെയ്യും, ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനിയും ഒരുപാടുണ്ട് പോപ്പുലർ ഫിക്ഷൻ ഓഥേഴ്സും ബുക്സും കവർ ചെയ്യാൻ. അപ്പോൾ സേതാപുരം സൈനിങ് ഓഫ്. സന്ദീപ്, കൃഷ്ണകുമാർ, അനൂപൻ, ലേഖ. See you next time. ബൈ ബൈ.